ഫ്രാൻസിസിൻ്റെ ധ്യാനവും പ്രസംഗവും. ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ക്രിസ്തുവിൻ്റെ ആജ്ഞ ശിരസാവഹിച്ച് 4 ദിക്കുകളിലേക്കും സുവിശേഷ പ്രചരണത്തിനായി പോകാൻ ഫ്രാൻസിസും സഹോദരന്മാരും തീരുമാനിച്ചു. അതിനായി ഓരോ ചെറിയ ഗ്രൂപ്പുകളായി അവർ പിരിഞ്ഞു. ഓരോ ഗ്രൂപ്പിനെയും അദ്ദേഹം ആശീർവദിച്ചു. അഞ്ചലോ സഹോദരനായിരുന്നു ഇത്തവണയും ഫ്രാൻസിസിൻ്റെ കൂട്ടുകാരൻ. യാത്രയ്ക്കിടയിൽ ഒരു ദിവസം അവർ മൊന്തേ ഫൽത്തറെ പട്ടണത്തിലെത്തി. അവിടെ പ്രഭുവിൻ്റെ മകനെ മാടമ്പിയായി വാഴിക്കുന്ന ചടങ്ങ് നടക്കുകയായിരുന്നു. അത്തരമൊരു ചടങ്ങിൽ കീറിപ്പറഞ്ഞ വസ്ത്രവും അണിഞ്ഞ് ഭിക്ഷക്കാരനെ പോലെ നടക്കുന്ന ഒരാൾക്ക് എന്ത് കാര്യം എന്ന മട്ടിൽ അവജ്ഞയോടെ ആളുകൾ ഫ്രാൻസിസിനെ നോക്കി. ഫ്രാൻസിസ് ആകട്ടെ അതൊന്നും ഗവനിച്ചില്ല. അദ്ദേഹം അവിടെ വച്ച് മനോഹരമായൊരു ഗാനം ആലപിച്ചു. അതോടെ എല്ലാവരുടെയും ശ്രദ്ധ അദ്ദേഹത്തിലേക്കായി. ഗാനത്തിന് ശേഷം ഫ്രാൻസിസ് തൻ്റെ പ്രസംഗം ആരംഭിച്ചു. ലൈംഗിക ജീവിതത്തിൻ്റെ ക്ഷണികതയും ആത്മീയ ജീവിതത്തിൻ്റെ മഹത്വവും ദൈവപുത്രനായ യേശുവിൻ്റെ ദാരിദ്ര്യവും വിനയവുമായിരുന്നു പ്രസംഗ വിഷയം. പ്രസംഗം അവസാനിച്ചതോടെ മൊണ്ടെലോ പ്രഭു ഫ്രാൻസിസിൻ്റെ അൽമായ സഭയിൽ ചേരാൻ തീരുമാനിച്ചു. തൻ്റെ കീഴിലുള്ള അൽപേർണ മല ഫ്രാൻസിസിനെയും സഹോദരന്മാർക്കുമായി അദ്ദേഹം വിട്ടുകൊടുത്തു. ഫ്രാൻസിസിൻ്റെ പ്രശസ്തിയും വളരുകയായിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. ദേവാലയങ്ങളിലും പുൽമൈതാനങ്ങളിലുമെല്ലാം അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു. അവിടെയെല്ലാം ജനങ്ങൾ അദ്ദേഹത്തെ കേൾക്കാൻ വന്നുകൂടി. എന്നാൽ അഹങ്കാരത്തിൻ്റെ കണിക പോലും ഫ്രാൻസിസിനുണ്ടായിരുന്നില്ല. താൻ വെറുമൊരു മുളന്തണ്ണു മാത്രമാണെന്നും അതിനെ ചെത്തിമിനുക്കി കർണാനന്ദകരമായ സംഗീതം പുറപ്പെടുവിക്കുന്ന ഓടക്കുഴലായി മാറ്റുന്നത് കർത്താവാണെന്നും അദ്ദേഹം പറയുമായിരുന്നു. സ്വയം എളിമപ്പെടാൻ ആണ് ഫ്രാൻസിസ് ശ്രമിച്ചത്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഫ്രാൻസിസിൻ്റെ പ്രസംഗവും അതുപോലെ തന്നെ ഗാനവും പോലെ തന്നെ ഞങ്ങളുടെ ജീവിതം ഒരു പ്രസംഗമായി മാറുവാൻ, ഗാനമായി മാറുവാനുള്ള കൃപാവര ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ സമാധാനവും ശാന്തിയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഫ്രാൻസിസിനെ അനുകരിച്ച് ജീവിതത്തിലെ ലളിതമായൊരു ജീവിതശൈലി സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപയരുളണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.